അവരുടെ ആരോഗ്യത്തെ, അവരുടെ ഭാവി, അവരുടെ ഹൃദയത്തിലെ ചിന്തകളെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ ഇടപാടുകളെ, അവരുടെ കൊടുക്കൽ വാങ്ങലുകളെ, കർത്താവെ അവരുടെ ഓർമ്മശക്തിയെ, അവരുടെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവിനെ എല്ലാം ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി അവരായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓർമ്മശക്തിയുടെ മേൽ കർത്താവിന്റെ വെളിച്ചം വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിന്റെ മേൽ കർത്താവിന്റെ വെളിച്ചം വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തല ഉണങ്ങി നിൽക്കുന്ന ഓരോ ഫാമിലിയെ കർത്താവെ കുടുംബമായി ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും തന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മേലെല്ലാം കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, പല വിഷയങ്ങൾ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. ഇനി മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യചിഹ്നത്തിൽ, ഒരു കവലയിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നവരുണ്ട്. എങ്ങോട്ട് തിരണമെന്നൊരു തീരുമാനം എടുക്കാൻ മേല നിൽക്കുന്നവരുണ്ട്. കർത്താവെ സ്തോത്രം, ഞങ്ങൾക്ക് കർത്താവ് മറുപടി തരണമേ. ഇടത്തോട്ടാണോ തിരിയേണ്ടത്, വലത്തോട്ടാണോ തിരിയേണ്ടത്, നേരെയാണോ പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി മുമ്പിൽ അവിടുന്ന് തെളിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ വഴി കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ കർത്താവെ. നീ തന്നെ ആ വഴിയെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ കർത്താവെ. നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവെ, ഇന്ന് അവിടെ ഞങ്ങൾ അവിടെ കൂടിയപ്പോൾ അവിടെ കൂടിയ ഓരോരുത്തരെയും ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ പലരും പെട്ടെന്ന് കർത്താവെ സന്ധ്യയായപ്പോൾ അവരെല്ലാം മടങ്ങി പോകുവാൻ കർത്താവെ ആ സാഹചര്യത്തിൽ അങ്ങനെ അവരൊക്കെ വീടുകളിൽ പലരും ജോലിക്കും കാര്യങ്ങൾക്കുമായി പോയെങ്കിലും കർത്താവ് ഞങ്ങൾ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം ഞങ്ങൾ അവിടെ കൂടി വന്ന് ഞങ്ങളുടെ ആ ബാർബിക്യൂവും പാർട്ടികളും എല്ലാം കർത്താവെ എല്ലാം ഞങ്ങൾക്ക് എത്രത്തോളം അനുഗ്രഹമാക്കി. മഴയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ മഴയിൽ അത് അലമ്പി നശിച്ചു പോകാതെ, അത് ഉഴപ്പിപ്പോകാതെ കർത്താവ് ആ മഴയൊക്കെ മാറ്റി ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സന്തോഷത്തോടെ ഞങ്ങൾക്ക് മടങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ ശ്രദ്ധിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ഡാഡിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് കർത്താവിന്റെ വാഗ്ദത്തമാകിയാൽ കരവെച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ മകന്റെ ശ്വാസകോശത്തിന്റെ മേൽ കർത്താവെ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണത വരട്ടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കൈവെക്കുമ്പോൾ ഞാൻ സൗഖ്യമാക്കാവുന്ന കർത്താവിന്റെ വാഗ്ദത്തമാണ്. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവിൻ എന്ന് കർത്താവിന് ഞങ്ങളോടുള്ള കൽപ്പനയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രോഗിയെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു, ഈ രോഗത്തെ ഞങ്ങൾ പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ലങ്സിന്റെ മേലുള്ള എല്ലാ ബലഹീനതയും മാറി, എല്ലാ മസിലുകളും, എല്ലാ നെർവുകളും കർത്താവ്, എല്ലാ പമ്പിങ്ങും എല്ലാം യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി കർത്താവെ സൗഖ്യമാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഡാഡിയുടെ മേൽ വരട്ടെ, ലങ്സിന്റെ മേൽ വരട്ടെ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവെ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ശക്തി, പുനരുദ്ധാന ശക്തി, മരിച്ച യേശുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്ന അതേ ശക്തി ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ വ്യാപരിക്കുമെന്ന് ഞങ്ങൾ വായിക്കുന്ന അതേ ശക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ലങ്സിന്റെ മേൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ, പുതുബലം വരട്ടെ, ഇതുവരെ കാണാത്ത പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ മടങ്ങിച്ചെന്ന് സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ആ ദേശത്ത് മുഴുവൻ നിൽക്കുവാൻ, കർത്താവിന്റെ ഒരു അപ്പോസ്തലനായി നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ യേശു എന്നെ വിടുവിച്ചു, എല്ലാം തീർന്നു. മനുഷ്യൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ശാസ്ത്രം പറഞ്ഞു, എന്നാൽ എന്റെ കർത്താവിനെ വിടുവിച്ചു. ഞാൻ വീണ്ടും അമേരിക്കയിൽ പോകാൻ കർത്താവിന് കൃപ ചെയ്തു. ഞാൻ വീണ്ടും ഇവിടെ മടങ്ങി വന്നു. ഇപ്പോൾ ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് അനേകരോട് ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുമാറ് കർത്താവിന്റെ സാന്നിധ്യം മകന്റെ കൂടെ ഇരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ തല മുതൽ കാൽ വരെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, സന്തോഷത്തിന്റെ നിറവ്, സന്തോഷത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ ആത്മാവ്, സ്വസ്ഥതയുടെ ആത്മാവ്, അനുഗ്രഹത്തിന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ തല മുതൽ കാൽ വരെ വ്യാപരിക്കട്ടെ. എല്ലാ ബലഹീനതകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ ബലഹീനതകളും ശരീരത്തിന്റെ മേൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പുതുബലം വരട്ടെ, വലിയൊരു കഴുകൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തല മുതൽ കാൽ വരെ മനസ്സിലെ ചിന്തകളിൽ, വിചാരങ്ങളിൽ, ബുദ്ധിയിൽ, ഓർമ്മയിൽ എല്ലാം യേശുവിന്റെ നാമത്തിൽ വലിയൊരു കഴുകൽ ഉണ്ടാകട്ടെ. വലിയ അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയം സന്തോഷത്താൽ നിറയട്ടെ, കർത്താവിന്റെ പ്രകാശത്താൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ കരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കരം വെക്കുമ്പോൾ ഞാൻ എന്റെ കരം വെച്ച് അനുഗ്രഹിക്കാമെന്ന് കർത്താവ് പറഞ്ഞ പോലെ കർത്താവ് അത് ചെയ്തതിനാ സ്തോത്രം. കർത്താവെ, എന്റെ ഈ ബലഹീന കരത്തിൽ യാതൊരു ശക്തിയുമില്ല, എന്നാൽ ഞങ്ങൾ കരം വെക്കുമ്പോൾ അവിടുത്തെ ശക്തി വ്യാപരിക്കുന്നത് അവിടുത്തെ വാഗ്ദത്തം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. വലിയൊരു സന്തോഷവും വലിയൊരു സമാധാനം ഉള്ളിൽ ഉണ്ടാകട്ടെ.
ശരീരത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ സമാധാനം കൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.